നമസ്കാരം. 3 പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിൽ രണ്ട് വിവരങ്ങൾ ഇന്നലെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ ആദ്യത്തേത് ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും NIAയുടെ പിടിയിലായ ഭീകരവാദികളെക്കുറിച്ചാണ്. 9ഓളം ഭീകരവാദികൾ പിടിയിലാവുകയും ഒരു വൻ ഭീകരാക്രമണ പദ്ധതി പൊളിയുകയും ചെയ്തു. രണ്ടാമത്തെ വാർത്ത ഇന്നലെ ബാംഗ്ലൂരിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്ത പൊതുസമ്മേളനത്തിൻ്റെ വേദിക്കരികിൽ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളെക്കുറിച്ചാണ്. ഈ രണ്ട് വിവരങ്ങളും തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇനി പങ്കുവയ്ക്കാൻ പോകുന്ന മൂന്നാമത്തെ വിവരം ഒരു കിംവദന്തി എന്ന തരത്തിലെ പ്രേക്ഷകർ കാണാവൂ. പക്ഷേ അന്വേഷണ സംഘങ്ങൾ, അത് ബാംഗ്ലൂർ പോലീസിൻ്റെ ആണെങ്കിലും NIAയുടെ അന്വേഷണ സംഘങ്ങളാണെങ്കിലും അവരുടെ ഒരു സംശയത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതൊരു സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണെങ്കിലും നിലവിലുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ കിംവദന്തിയായി മാത്രം കാണുക. ഈ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചൊരു ഭീകരാക്രമണ ശ്രമത്തിൻ്റെ സാധ്യതകൾ അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഇനിയുള്ള സമയങ്ങളിലും അദ്ദേഹത്തിന് നേരെ ഏത് സമയത്തും ഒരു ഭീകരാക്രമണം ഉണ്ടാകാം. അത് പ്രത്യേകിച്ച് ബാംഗ്ലൂർ, കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ വെച്ചാകാം. അങ്ങനെയുള്ള സംശയങ്ങൾ നിരവധിയുണ്ട്. കാരണം ഒരു അന്വേഷണത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഒരു അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ നിരവധി സംശയങ്ങളുണ്ടാകും. കാരണം ഒരു കൊലപാതകം അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ എബ്രഹാം ലിങ്കൺ മുതൽ രാജീവ് ഗാന്ധി വരെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി മുതൽ അമിത്ഷാ വരെയോ ഉള്ളവരെ ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സംശയത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തിയേക്കാം. ഇതെല്ലാം തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ ഇപ്പോൾ സംശയത്തിൻ്റെ പട്ടിക വളരെ വിശാലമാണ്. അതും സംശയത്തിൻ്റെ പട്ടിക എന്ന് ഞാൻ പറയുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ഈ ഭീകരവാദം എന്ന കൃത്യം നടത്തുവാൻ മുന്നിട്ടിറങ്ങുന്ന ഭീകരവാദികളെ മാത്രമല്ല, അവരുടെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന അവരുടെ പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളെയും കൂടിയാണ്. ആ പ്രാദേശികമായ ബന്ധങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു സംശയം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ, പ്രത്യേകിച്ച് NIAയുടെ കണ്ണിലുള്ളത്, അല്ലെങ്കിൽ NIAയുടെ സംശയ പട്ടികയിലുള്ളത് കർണാടകത്തിലെ പ്രാദേശികമായ ചില നേതാക്കളെ സംബന്ധിച്ചാണ്. പ്രാദേശിക നേതാക്കളെന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകളുമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് കർണാടകത്തിൽ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തുമുള്ള സഖ്യകക്ഷികളുമുണ്ട്. ഈ പുറത്തുള്ള സഖ്യകക്ഷികളാണ് കൂടുതൽ പ്രശ്നക്കാർ. അതിൽ ജിഹാദികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്നെ ചില നേതാക്കളുടെ നേരെയും സംശയത്തിൻ്റെ മുൾമുന നീളുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവെന്ന് ഞാൻ പറയുമ്പോൾ ഒരുപാട് പ്രവർത്തന പരിചയമുള്ള നേതാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു നെപ്പോട്ടിസം എന്ന് പറയുമല്ലോ, കുടുംബാധിപത്യത്തിൻ്റെ ഫലമായി പെട്ടെന്ന് ഉയർന്നു വന്ന കോൺഗ്രസ്സിലെ ഒരു പ്രമുഖ നേതാവിൻ്റെ, ദേശീയ തലത്തിലുള്ള ഒരു പ്രമുഖ നേതാവിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൾ വയോവൃദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേരെയാണ് സംശയങ്ങൾ നീളുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അന്വേഷണ ഏജൻസികളുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്, ഇന്നലെ ഈ സംഭവം നടന്നു കഴിഞ്ഞ ഉടൻ ആ പ്രമുഖ നേതാവ്, ദേശീയ തലത്തിലുള്ള ആ വയോവൃദ്ധനായ നേതാവ്, അദ്ദേഹം വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു ചർച്ച സംബന്ധിച്ച്, ഒരു അധികാര സംബന്ധിയായിട്ടുള്ള ചർച്ച സംബന്ധിച്ച്, ഒരു സംസ്ഥാനത്തെക്കുറിച്ചുള്ള അധികാര സംബന്ധിയായിട്ടുള്ള ചർച്ച സംബന്ധിച്ച് മാധ്യമങ്ങളുടെ മുമ്പിലെങ്കിലും പ്രധാന പങ്ക് ആ ചർച്ചയിൽ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ചർച്ചകൾ ഇടയ്ക്ക് വെച്ച് നിർത്തി അദ്ദേഹം കർണാടകത്തിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ അന്വേഷണ സംഘങ്ങളുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ളൊരു തെളിവാണ്. കാരണം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ചകൾ അത്ര നിസ്സാരമായ ചർച്ചകളല്ല. കാരണം വളരെ കാലത്തിന് ശേഷം വളരെ പ്രാമുഖ്യത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി അധികാരത്തിലെത്തിയ സംസ്ഥാനത്ത്, ഏത് സംസ്ഥാനമാണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും. എന്നാലും ഞാൻ പറയുന്നില്ല, കാരണം ഇതെല്ലാം കിംവദന്തികളായതുകൊണ്ട് പേരുകൾ നാം പറയുന്നില്ല. ഏതെങ്കിലും വിവരം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടാൽ, അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം ലഭിച്ചാൽ, പറഞ്ഞുകൊള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം ലഭിച്ചാൽ കൃത്യമായി ആ നിമിഷം പ്രേക്ഷകരുമായി അത് തത്വമയി ന്യൂസ് പങ്കുവച്ചിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ആ പ്രമുഖ നേതാവ്, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള വയോവൃദ്ധനായ പ്രമുഖ നേതാവ് കർണാടകത്തിലേക്ക് യാത്ര തിരിച്ചത് ഈ അന്വേഷണ സംഘങ്ങൾ കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ചിലത് നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തുടർന്നാണ് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ മറ്റൊരു ഈ കിംവദന്തിയെ സ്ഥിരീകരിക്കാൻ സാധ്യതയുള്ള മറ്റൊരു വിവരം, ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞില്ല, ആ പ്രദേശം ടാറ്റാഗുനി പ്രദേശത്തെ അഗാര തടാക തീരത്ത് നിന്നാണ് ഈ ജെലാറ്റിൻ സ്റ്റിക്കുകൾ ഇന്നലെ കണ്ടെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുചടങ്ങ് നടക്കുന്ന
നടക്കേണ്ടിയിരുന്ന വേദിയിൽ നിന്ന് നടന്നു കഴിഞ്ഞ് അവസാനിച്ചു. ആ യോഗം നടക്കുന്നതിന് മുമ്പ് ഭാഗ്യവശാൽ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. ആ വേദിയിൽ നിന്ന് അധികം ദൂരെയല്ലാത്തൊരു പ്രദേശമാണിത്. ഒരുപാട് ദൂരമൊന്നുമില്ല ഈ അഗാര തടാകത്തിലേക്ക്. അവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. അതിനെ തുടർന്ന് ഒരാളെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലും ഈ സംശയങ്ങൾ ഇപ്പോൾ ഉരുവായിരിക്കുന്നത്. പക്ഷേ ഈ സംശയങ്ങൾ പ്രാഥമികമായി ഉരുവായത് ബാംഗ്ലൂർ പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഇടയിലാണ്. പക്ഷേ NIA ഈ ഡൽഹിയിലെ ഈ ഭീകരവാദികളെ പിടികൂടിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യമൊട്ടാകെ ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ NIA സൂക്ഷ്മമായി വളരെ അടുത്ത് നിന്ന് തന്നെ നിരീക്ഷിക്കുന്നതുമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് NIAയുടെ സംശയം ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നതും ബാംഗ്ലൂർ പോലീസുമായിട്ടുണ്ടായ ആശയവിനിമയത്തെ തുടർന്ന് അവരിതിൽ ഔദ്യോഗികമായി ഇതുവരെ ഈ ജെലാറ്റിൻ സ്റ്റിക്കുകളുടെ പിടികൂടിയ സംഭവത്തിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ വളരെ ബാംഗ്ലൂർ പോലീസുമായി അടുത്ത് തന്നെ അവർ പ്രവർത്തിക്കുകയാണ്. ആ ഭയമാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവിനെ ചർച്ചകളെല്ലാം എത്ര ഗൗരവമേറിയ ചർച്ചകളാണെങ്കിലും അതെല്ലാം ഇടയ്ക്ക് വെച്ച് നിർത്തി 2 ദിവസത്തേക്ക് കർണാടകത്തിലേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടത്രേ എന്നുള്ള രീതിയിലേ ഈ ഒരു സംഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഓർത്തു വെച്ചുകൊള്ളുക, ഇത് ഒരിക്കലും സ്ഥിരീകരിക്കപ്പെടണമെന്നില്ല. ഒരുപക്ഷെ ഇതെല്ലാം ഊഹാപോഹങ്ങളായി തന്നെ നിലനിൽക്കാം. ഭാരതത്തിൻ്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് അങ്ങനെ തന്നെ ആകണേ എന്ന് ആണ് ഞങ്ങളുടെയും പ്രാർത്ഥന. കാരണം രാഷ്ട്രീയ വൈര്യം ഭീകരവാദികളുടെ കയ്യിൽ ചട്ടുകമാകാനുള്ള ഒരു അവസരമായി ഒരു നേതാക്കളും ഉപയോഗിക്കുവാൻ പാടില്ല. കാരണം അത് ജനാധിപത്യത്തിന് ദോഷമാണ്. കാരണം രാഷ്ട്രീയ വൈരം എന്നുള്ളത് ഒരു വ്യക്തിപരമായ ശത്രുതാബോധമായി വളരുവാനും പാടില്ല. ഒരു വ്യക്തിയെ ഇല്ലാതാക്കുവാൻ, അതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇല്ലാതാക്കുവാൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലൊരു നേതാവ്, അത് പ്രമുഖനാവണമെന്നില്ല, ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു നേതാവ് പോലും ശ്രമിക്കുക എന്നുള്ളത് രാജ്യത്തിനൊട്ടാകെ അപമാനകരമായൊരു സംഗതിയാണ്. അങ്ങനെ സംഭവിക്കരുതേ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പറയുന്നത് സംശയത്തിൻ്റെ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഏതാണ്ടൊരു ആദ്യത്തെ 5-ൽ ഒരാളായി തന്നെ ഈ വ്യക്തിയുടെ മകൻ്റെ, ദേശീയ തലത്തിലുള്ള വയോധികനായ നേതാവിൻ്റെ മകൻ്റെ പേര് 1 മുതൽ 5 വരെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. 1 to 5 പ്രഥമ സ്ഥാനമല്ലെങ്കിൽ പോലും 3, 4, 5 ആയി വരുന്ന, അല്ലെങ്കിൽ 5-ാം സ്ഥാനക്കാരനായി വരുന്ന ഒരു സംശയിക്കപ്പെടുന്ന വ്യക്തിയായി ആ വ്യക്തി നിലനിൽക്കുന്നു. ഞാൻ ഒരു നിമിഷം സംശയിക്കപ്പെടുന്ന കുറ്റവാളി എന്ന് പറയണമെന്നാണ്. കാരണം കുറ്റവാളിയായിപ്പോഴേ നമുക്ക് അദ്ദേഹത്തെ തീരുമാനിക്കാൻ സാധിക്കില്ല. പറഞ്ഞല്ലോ, അങ്ങനെ ആകരുതേ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.